ഭാര്യ വീട്ടിലെത്തിയ ഭർത്താവ് മർദ്ദനമേറ്റ് മരിച്ചത് കൊലപാതകമെന്ന് പോലീസ്. കായംകുളം പെരുമ്പള്ളി സ്വദേശി വിഷ്ണുവാണ് കൊല്ലപ്പെട്ടത്. മരണകാരണം തലക്കേറ്റ ക്ഷതമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകും. മനീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഈ കൊലപാതകം നടന്നുവെന്ന് പോലീസ് കരുതുന്നത്? ടെലിഫോണിലാണ് ഇപ്പോൾ മനീഷ് മഹിബാൽ ഉള്ളത്. പറയൂ മനീഷ്. SKN, ഈ വാർത്ത നമ്മൾ ആദ്യം രാവിലെ കൊടുക്കുമ്പോൾ ഒരു സംശയം ഡോക്ടർമാർക്കും പോലീസിനും ഉണ്ടായിരുന്നത് കുഴഞ്ഞു വീണുള്ള മരണമായതുകൊണ്ട് തന്നെ മർദ്ദനത്തിനിടയിൽ ഹൃദ്രോഗി കൂടിയാണ് വിഷ്ണു, 34 വയസ്സുകാരൻ. അതുകൊണ്ട് ഹൃദയ സംബന്ധമായ എന്തെങ്കിലും അസുഖം ആ സമയത്ത് പൊടുന്നനെ ഉണ്ടായതാണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ആദ്യഘട്ടത്തിൽ FIR രജിസ്റ്റർ ചെയ്തത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന കേസ് മാത്രമായിരുന്നു തൃക്കുന്നപ്പുഴ പോലീസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയായ ശേഷമാണ് ഈ മരണത്തിന്റെ ചുരുളഴിയുന്നത്. നിലവിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരം തലക്കേറ്റ ക്ഷതമാണ്. അതായത് മർദ്ദനത്തിനിടയിൽ തലക്കേറ്റ എന്തോ ഭാരമുള്ള വസ്തു കൊണ്ട് തലക്കേറ്റ അടിയാണ് ഈ മരണകാരണമെന്ന് വ്യക്തമായി. ഇതോടുകൂടി തന്നെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന കേസ് തൃക്കുന്നപ്പുഴ പോലീസ് കൊലപാതക കേസാക്കിയിട്ടുണ്ട്. കൊലപാതകമാണ് എന്ന് പോലീസ് പറയുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ നടന്നത് ഇങ്ങനെയാണ്. അതായത് ഈ ആറാട്ടുപുഴ സ്വദേശിയായിട്ടുള്ള വിഷ്ണുവിന്റെ ഭാര്യ ആതിരയും തമ്മിൽ 2 വർഷത്തോളമായി അകന്ന് താമസിക്കുകയാണ്. 4 വയസ്സുള്ള ഒരു കുഞ്ഞ് ഇവർക്കുണ്ട്. ഈ പോലീസിൽ നേരത്തെ പരാതികൾ ലഭിച്ചിരുന്നു. അങ്ങനെ ഒരു ധാരണ പ്രകാരം 4 വയസ്സുള്ള കുഞ്ഞിനെ ഇടയ്ക്ക് വിഷ്ണുവിന്റെ വീട്ടിലും ഇടയ്ക്ക് ആതിരയുടെ വീട്ടിലും നിൽക്കുന്നതായിരുന്നു രീതി. അങ്ങനെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആതിരയുടെ വീട്ടിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുപോയി തിരികെ ആതിരയുടെ വീട്ടിൽ ഇന്നലെ രാവിലെ തിരികെ ആക്കാൻ ചെന്ന സമയത്താണ് ആതിരയും വിഷ്ണുവുമായി തർക്കമുണ്ടാകുന്നു. അങ്ങനെ ഇതിനിടയിലേക്ക് ആതിരയുടെ ബന്ധു പൊടിമോൻ ഇടയ്ക്ക് കയറുന്നു. അങ്ങനെ പൊടിമോനും വിഷ്ണുവുമായി അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമുണ്ടായി. അങ്ങനെ ഈ വിഷ്ണുവിനെ ആതിരയുടെ ബന്ധുക്കളായിട്ടുള്ള പൊടിമോൻ, ബാബുരാജ്, അങ്ങനെ 3-4 പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ നിലവിലത്തെ റിപ്പോർട്ട്, പ്രാഥമിക റിപ്പോർട്ട്. അങ്ങനെ നിലവിൽ കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്ത് 1-ാം പ്രതി ഭാര്യ ആതിരയും, 2-ാം പ്രതി ബന്ധുവായിട്ടുള്ള പൊടിമോനും, 3-ാം പ്രതി ബാബുരാജും, 4-ാം പ്രതി ഇവരുടെ മറ്റൊരു ബന്ധുവായിട്ടുള്ള പത്മൻ. അങ്ങനെ കേസിൽ 4 പ്രതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ സാധാരണ വീട്ടിൽ വന്നുണ്ടായ ഒരു മർദ്ദനം അത് കൊലപാതകത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. SK. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന് മനീഷ് മഹിബാലാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്.